പ്രേക്ഷകർക്കിടയിൽ നിന്നും അടർക്കളത്തിലേക്ക് കുടുംബസമേതം കുടുംബങ്ങൾ. മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അടിപൊളി ടീമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഒരൊറ്റ പെർഫോമൻസ് കൊണ്ട് മനസ്സിലായി. ആടാം പാടാം ആഘോഷിക്കാം. ചേട്ടന്റെ ഹൃദയം ഞങ്ങളൊന്ന് കാണട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ സ്വന്തം ജഡ്ജിനെ, നമ്മുടെ സ്വന്തം മിയെ സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം മിയ. ഒന്നാം സ്ഥാനം ലഭിക്കുന്ന നമ്മുടെ സൂപ്പർ ഫാമിലിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. രണ്ടാം സ്ഥാനത്തെത്തുന്ന സൂപ്പർ ഫാമിലിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽ. മൂന്നാം സ്ഥാനത്തെത്തുന്ന സൂപ്പർ ഫാമിലിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് സൂപ്പർ നോവ ഫുഡ്സ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫാമിലി പരിചയപ്പെട്ടു. ഇനി രണ്ടാമത്തെ ഫാമിലി, അവര് എവിടെ നിന്നാണ്, എന്താണ്, എന്തൊക്കെ പെർഫോമൻസ് ആണ് അവര് കൊണ്ടുവരുന്നതെന്നൊക്കെ അറിയാനുള്ള ഒരു സമയമാണ്. അപ്പം എന്തായാലും നമ്മുടെ സൂപ്പർ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യാം ടീം ബിഗ് ബീസ്. ഞാൻ പറഞ്ഞില്ലേ ഭയപ്പെടരുത്. അപ്പൊ ആരും പേടിക്കണ്ട, നമ്മുടെ സ്വന്തം ആളാണ്, ഒന്നും ചെയ്യില്ല. തങ്കക്കുട്ടനാണ് അല്ലേ? സ്വാസികയുടെ കരിയറിൽ ആദ്യമായിട്ടല്ലേ ഒരു ഫാമിലിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോ വടിയുമായിട്ട് വരുന്നത്. അതെ, നമ്മൾക്കൊരു ഒരു പേടി സ്വപ്നം ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഈ ചേട്ടന്റെ മുഖം കണ്ട എനിക്ക് പേടിയില്ല. ഈ മുഖം കണ്ടിട്ട് എന്തെങ്കിലും പഴയ ഓർമ്മകൾ എന്നെ കുറെ പുറകെ നിന്ന് പ്രേമിച്ചു, എന്നെ വായി നോക്കി, ഞാൻ എന്നിട്ട് നല്ല ചീത്ത പറഞ്ഞു. ആ പഴയ പാട്ടൊക്കെ ഓർമ്മയുണ്ടോ? അത് ഏത് പാട്ടായിരുന്നു കേട്ടോ? സീതാ കല്യാൺ. എന്റെ സീരിയലില് ആദ്യത്തെ എന്റെ വില്ലേജ് ഓഫീസർ ആയിരുന്നു, ഒരു വായി നോക്കി വില്ലേജ് ഓഫീസർ ആയിരുന്നു. പക്ഷെ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് ചെയ്തു. നീക്ക് അല്ലാതെ നേരിട്ട് കണ്ട പരിചയം ഉണ്ടോ? പിന്നെ വായി നോക്കല്ല ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ചേട്ടനെ കുറിച്ച് അറിയാവുന്നത് അഭിനയിക്കും, നമ്മുടെ സിനിമകളിലൊക്കെ അഭിനയിക്കും, പാചകം ചെയ്യും, വാചകം അടിക്കും, ഫ്ലൂട്ട് വായിക്കും. പക്ഷെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ചേട്ടാ. ഇത് എപ്പോഴും തുടങ്ങി കളരി? ഞാന് എന്റെ നാട്ടിലുള്ള എന്റെ അനിയനും എന്റെ കൂട്ടുകാരൊക്കെ എന്നെ തടിയ എന്ന് വിളിച്ചു തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ കളരി തുടങ്ങി. എന്റെ അമ്മയുടെ അപ്പൻ, എന്റെ ഗ്രാൻഡ് ഫാദറാണ് എന്നെ ആദ്യം ഈ വടി എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ കളരിപ്പയറ്റ് എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി. സ്വാസിക കളരിപ്പയറ്റ് പഠിച്ചിട്ടില്ലേ? അപ്പൊ നമുക്കൊന്ന് സ്വാസികയുടെ കൂടെ ഒന്ന് ഫൈറ്റ് അങ്ങനെ വലിയ കളരിയല്ല, ചെറിയ കളരി. എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഫുൾ ഫാമിലി ഒന്ന് പരിചയപ്പെടാം. നമുക്ക് അച്ഛന് മൈക്ക് കൊടുത്തോളൂ. അച്ഛന്റെ പേര്? എന്റെ പേര് തോമസ് എന്നാണ്, MG തോമസ്. ഞാൻ സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ മലയാള അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് 23 വർഷമായി. ഓക്കെ, ഇനി നമുക്ക് ബേസിലേട്ടന്റെ മകനെ പരിചയപ്പെടാം. എന്റെ പേര് എൽദോ. ഞാൻ 9ാം ക്ലാസ്സിലായിരുന്നു, ഇനിയിപ്പോ 10ാം ക്ലാസ്സിലേക്കാണ്. ഓക്കെ, എൽദോയ്ക്ക് വേറൊരു പേരും കൂടി ഉണ്ടെന്ന് കേട്ടു. അതിന്റെ വേറൊരു മീനിങ് എന്ന് വെച്ചാൽ ക്രിസ്മസ്. ആണോ? അല്ല, എൽദോ എന്നുള്ള വാക്കിന്റെ മീനിങ് ക്രിസ്മസ് എന്നാണ്. ഓക്കെ, എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഹാപ്പി എൽദോ എന്ന് പറഞ്ഞാൽ മതിയോ ഇനി മുതൽ? ഈ വരുന്ന 2024 ഡിസംബർ മുതൽ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയോ? അല്ല, മറ്റേ ക്രിസ്മസിന്റെ നോമ്പിന് അങ്ങനെ പറഞ്ഞ എൽദോ നോമ്പെന്നാ പറയണേ. ആണോ? അതൊന്നും അറിയില്ല അല്ലേ, വെറുതെ ഇരിക്കാണ്. അറിഞ്ഞില്ല ഉണ്ണി, അറിഞ്ഞില്ല. അല്ല, അപ്പം എപ്പം മുതലാണ് ഈ പാചകം ചെയ്യണം എന്നുള്ളത്? കഴിപ്പ് മാത്രമല്ലാതെ പാചകത്തിലേക്കും കൂടെ നിർവാഹമില്ലാണ്ടായപ്പോ ഞാൻ വളരെ ചെറുപ്പത്തില് വീട്ടില് അമ്മച്ചി ഒരു ടാസ്ക് വരും. അമ്മച്ചി ഇതുപോലത്തെ റിയാലിറ്റി ഷോ പണ്ടേ എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. അമ്മച്ചി ഞാൻ വൈകുന്നേരം വരുമ്പോ നീ കപ്പ കൊണ്ട് വിളിക്കടാ, ഞാനല്ലേ മൂത്തയാള്.
അപ്പൊ ഞാൻ അങ്ങനെ കപ്പ പുഴുങ്ങാൻ പഠിച്ചു, പിന്നെ അരി ഇടിക്കാൻ പഠിച്ചു, പിന്നെ ഉണ്ട ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ച് ഒരു ഷെഫായി. അതെ, ദൈവം അനുഗ്രഹിച്ച് ഞാനൊരു ഷെഫാണ്. എനിക്ക് സ്വന്തമായിട്ട് കേറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് ഐറിസ് എന്നാണ് എന്റെ സ്ഥാപനത്തിന്റെ പേര്. ഓക്കെ. അപ്പൊ ചേച്ചിയോട് ചോദിക്കട്ടെ, എന്തെങ്കിലും ഈ പുറത്ത് ജോലി സംബന്ധമായ ആള് കുക്ക് ചെയ്യുന്നുണ്ട്, ഈ ഷെഫുമാര് പലരും വീട്ടിൽ ഒന്നും ചെയ്യാറില്ലെന്നാണ് ആരോപണം. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ചേട്ടേ കുക്ക് ചെയ്യുമ്പോഴേ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് കുക്കറി ഷോക്ക് ആക്കി കൊടുക്കണ പോലെ ആക്കി കൊടുക്കണം. നമുക്ക് പണി ഇരട്ടി പണിയാ. അതെല്ലാം തോലെല്ലാം ചുറ്റി എല്ലാം നീറ്റാക്കി കുക്കറി ഷോ പോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് പറയാം, എടി ഫ്രൂട്ട് പായസം ഉണ്ടാക്കാൻ 10 മിനിറ്റ് മതിന്ന്. 10 മിനിറ്റ് പോരാ, ഞാൻ 2 മണിക്കൂർ പണിതാലാണ് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചേച്ചിയുടെ ഒരു സങ്കടമാണ് ചേച്ചി പറഞ്ഞത്. അത് എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള ഒരു കാര്യമായിരിക്കില്ല. ഭർത്താക്കന്മാര് കുക്കിങ്ങിന് അങ്ങ് കയറി കഴിഞ്ഞാൽ അവര് പറയും ഇരട്ടി പണിയാന്ന്, അല്ലേ? അപ്പൊ ഒരു ഫ്രൂട്ട് മീക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സംടൈംസ് ഇങ്ങനെ പാത്രം കഴുകാനൊന്നും ചിലപ്പോ അവരങ്ങനെ കൂടണം എന്നില്ല. പിന്നെ ചില ഹെൽപ്പുകൾ വേണം. അസിസ്റ്റന്റ് എപ്പോഴും വേണം. എനിക്കൊരു 2 സവാളയും ഒരു തക്കാളിയും 2 പച്ചമുളകും അരിഞ്ഞു വെക്കാൻ പറയും. അത് നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മയാണ് ആക്ച്വലി ആ ഫാമിലിയുടെ ഒരു സ്വീറ്റ്നെസ്. അല്ലെ, ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോ ഈ കൂട്ടായ്മയായിട്ട് നിങ്ങൾ വരാറില്ലല്ലോ. എന്നെ ചോദിച്ചു, ഞാൻ ചെല്ലാറുണ്ടോ? ചേട്ടൻ ഷെഫ് ആയതുകൊണ്ട് പാചകത്തോട് ഇഷ്ടമുള്ളവർ ചെല്ലും. പേര് പറഞ്ഞില്ല. സുമ. ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. പക്ഷേ നൈറ്റും സൺഡേയും ഒക്കെ പോവാൻ പറ്റാത്തോണ്ട് ഇപ്പൊ തിരക്കുള്ളതുകൊണ്ടും അങ്ങനെ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. പിന്നെ ഇദ്ദേഹം അതിനാണ്. അത് മാത്രമല്ല, ഞാൻ ഒരു മൾട്ടി ടാലന്റഡ് മനുഷ്യനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൾട്ടി ബിസിനസ്സാണ്. ഒന്ന് കേറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് ഉണ്ട്. ഞാൻ എഡൽവൈസ് ടോക്കിയോ ലൈഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സീനിയർ ടെറിട്ടറി മാനേജറാണ്. ഞാൻ ആക്ച്വലി ഈ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ ചാർട്ടേഡ് ഫൈനാൻഷ്യൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആളാണ്. ഞാൻ ഒരുപാട് പേരെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിനൊക്കെ എനിക്ക് ഒരു സപ്പോർട്ടില്ലാണ്ട് നടക്കില്ല. പ്ലസ് മ്യൂസിക്കാണ് എൻ്റെ എല്ലാം. എൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് എൻ്റെ മ്യൂസിക്. എൻ്റെ ഹൃദയമാണ് ഇപ്പോൾ ഇവന് ഈ തോളത്തിട്ടാണ് നടക്കുന്നത്. സോ ഓൾവേസ് ഞങ്ങളത് ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ആവാൻ പറ്റില്ല. 100%. ചേട്ടൻ്റെ ഹാർട്ട് ഒന്ന് കാണിച്ച്. നമ്മുടെ ചേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് അല്ലേ? ഇത് ഹൃദയം തന്നെയാണ്. എനിക്കറിയാം ചേട്ടന്റെ ഫ്ലൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. എനിക്ക് നമുക്ക് ഇത്രയും നല്ല സൂത്തിങ് ആയിട്ടുള്ള സൗണ്ട് അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തരുന്ന വേറെ ഒരു ഇൻസ്ട്രുമെന്റ് ഇല്ല ഈ വേൾഡിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. എന്തായാലും ഈ ഒരു ബിഗ് ബി, നിങ്ങളുടെ ടീം ബിഗ് ബീസിനെ ഞങ്ങൾ എടുക്കുകയാണ്. നിങ്ങളുടെ പെർഫോമൻസ് കാണാനും വിശേഷങ്ങൾ കാണാനും ഒക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ടീം ബിഗ് ബീസ്, വെൽക്കം ടു സൂപ്പർ ഫാമിലി. ഫസ്റ്റ് ടീം, നിങ്ങളുടെ ടീമിലെ ക്യാപ്റ്റൻ ആരായിരിക്കും? പറയൂ. നമുക്ക് ചെറിയ ആളാകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. നമ്മുടെ സിഫ്രാനെ നമുക്ക് ക്യാപ്റ്റൻ ആക്കാം. അപ്പൊ സിഫ്രാൻ ആണ് അവരുടെ ഫാമിലിയിലെ ക്യാപ്റ്റൻ. ടീം ബിഗ് ബീസ്, നിങ്ങൾ പറയൂ, നിങ്ങളുടെ ക്യാപ്റ്റൻ ആരാണ്? ഞങ്ങളുടെ ക്യാപ്റ്റൻ ബേസിൽ. ബേസിലിനെ വിട്ടുകൊടുക്കാൻ അച്ഛന് മനസ്സില്ല, അതുകൊണ്ട് ക്യാപ്റ്റൻ ബേസിലിനെ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മള് നമ്മുടെ ഫസ്റ്റ് ടീം സിഫ്നൂറിനെയാണ് വിളിക്കാൻ പോകുന്നത്. നിങ്ങൾ ഫാമിലി റൗണ്ടിൽ എന്ത് പെർഫോമൻസ് ആണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു സോങ് ആണ്. അതായത് 4 പേരും ഒന്നിച്ചുള്ള ഒരു പാട്ട്. ഓക്കെ, അപ്പൊ ഒരു പാട്ടോട് കൂടി നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. സോ വെൽക്കം. മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ
എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചേലും പുഞ്ചിരിയും കൊച്ചു നുണക്കുഴിയും ആ ഇഷ്കിന്റെ നെക്കുവിളക്കിൻ വെളിച്ചമാണുള്ളിരുട്ടറയിൽ ഗംഭീരമായിരുന്നു. സിഗ്നൂറിന്റെ ആ ഒരു നിങ്ങളുടെ ടീം എന്ന് പറഞ്ഞ അതൊരു അടിപൊളി ടീമാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഒരൊറ്റ പെർഫോമൻസ് കൊണ്ട് മനസ്സിലായിരിക്കാണ്. മിയ രക്ഷയില്ല, അസലായി. ഒരു അസല കുടുംബം കേട്ടോ. അയ്യോ, 4 പേരും ഈക്വലി ടാലന്റഡ് ആയിട്ട് അത് ഇത്രയും നല്ലൊരു പാട്ട്. അത് ശരിക്കും ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ ഉണ്ടല്ലോ, നിങ്ങൾ ശരിക്കും ആ ഒരു മരുഭൂമിയിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെയോ ഫീൽ ചെയ്യോ. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളുടെ 4 പേരുടെയും ശബ്ദം 4ആണ്. കാരണം പിള്ളേരുടെ ശബ്ദം അങ്ങ് മെച്യൂരിറ്റിയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ക്യൂട്ട്നെസ് പിള്ളേരുടെ വോയിസിനുണ്ട്. നിങ്ങളുടേത് മെച്യൂർഡ് വോയിസ് ആണ്. 4 പേർക്കും 4 ശബ്ദമാണ്. പക്ഷെ ആ 4ഉം ഈ പാട്ടിന് ആപ്റ്റാന്ന് നമുക്ക് തോന്നുക. മോളുടേത് കേട്ടപ്പോഴാണ് ഞാൻ പ്രതീക്ഷയില്ല മോളുടെ ഒരു പാട്ട് ഈ ഒരു ഫീൽ വരും. ഒരു കുഞ്ഞു കുട്ടി പാടുന്നു, അത് പാടുന്നു. പക്ഷെ ആ പാട്ടിൽ ഒരു കൊടുക്കുന്ന ഒരു ഫീൽ ഈ പ്രായത്തിൽ ഈ പാട്ടിന് കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അതൊരു സർപ്രൈസ് എലമെന്റ് തന്നെ. ബ്ലെസ്ഡ് ഫാമിലി ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഇനിയും ഒരുപാട് ഗംഭീര പെർഫോമൻസ് കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാം ഗംഭീരമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി ടീം ബിഗ് പീസ് അവരെന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ആദ്യം നമ്മളെ വടി കാണിച്ച് പേടിപ്പിച്ചു. അങ്ങനത്തെ വല്ല പെർഫോമൻസ് ആണോ? അല്ല, ഞങ്ങള് ഒരു മൾട്ടി സംഭവമാണ്. എല്ലാം മൾട്ടി ഉള്ളൂ. മൾട്ടിയാണ്. നമ്മളൊരു സൈസുള്ള മനുഷ്യനല്ലേ, ഇരിക്കട്ടെ. നമ്മള് സംഗീതം ഉണ്ടാവും, പുല്ലാങ്കുഴൽ ഉണ്ടാവും, പിന്നെ മോന്റെ വക ഒരു ചെറിയൊരു കുക്കിംഗ് അല്ല, ആക്ച്വലി ഒരു ഫുഡായിട്ട് റിലേറ്റഡ് ആയിട്ട് സംഭവം ഉണ്ടാവും. അതാണ് നമുക്ക് വേണ്ടത്. എന്റെ വൈഫിന്റെ വക കുറച്ച് ക്രാഫ്റ്റ് വർക്ക് ഉണ്ടാവും. ഇതെല്ലാം മറ്റേ ടൈം ഇവിടെ നടക്കും. ഞങ്ങളുടെ വീട്ടിലെ ഒരു പ്രഭാതം പോലെ ഇരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ പ്രഭാതമാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. അപ്പൊ ടീം ബിഗ് ബീസിന്റെ വീട്ടിലെ പ്രഭാതം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകണം അവിടെ. വെൽക്കം.
അടിപൊളി അടിപൊളി. അങ്ങനെ ഭാര്യ ഭർത്താവ് എന്തൊക്കെ കാണണം. പ്രതീക്ഷിച്ചില്ല ചേട്ടൻ. ഇനി ഇതെന്താണ്? ഭാര്യ ഇവിടെ പാനിയൊക്കെ പോയി. അല്ല ഇത് ഒന്ന് മതി. അപ്പൊ നമ്മള് ഇവരുണ്ടാക്കിയ പാനിപൂരി അത് ദഹിപൂരി കഴിക്കാൻ പോകട്ടെ പ്ലീസ്. ഇട്ടിരിക്കുന്ന ചാട്ട് മസാല ഭയങ്കര അടിപൊളി അല്ലേ? ഓടക്കുഴൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ട് തന്നെയാണ് അല്ലെ? എത്ര വർഷമായിട്ട് ഓടക്കുഴൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഡെയിലി വീട്ടിൽ പ്രാക്ടീസ് ഉണ്ടോ? എങ്ങനെയാ? 4.5 2.5 7 വർഷമായി. അപ്പൊ ചേച്ചി 7 വർഷമായിട്ട് ഈ ഓടക്കുഴൽ കേട്ടോണ്ടായിരിക്കുന്നേ? അതെ 7 വർഷമായിട്ട് രാവിലെ എന്നെ വിളിച്ചെണിപ്പിക്കണത് ഓടക്കുഴൽ വായിച്ചിട്ടാണ്. ഓ ഓടക്കുഴൽ വായിച്ച്. അതായത് ചേട്ടൻ അപ്പൊ രാവിലെ തന്നെ ഒരു കൃഷ്ണനാവും. അപ്പൊ നിങ്ങളുടെ കോൺവെർസേഷൻ ഒക്കെയും ഈ ഓടക്കുഴലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു ടാസ്ക് ആയിട്ട് കൊടുക്കാം. ഇവരുടെ ഒരു ദിനചര്യ ജീവിതത്തിൽ ഈ ചോദ്യം ഉത്തരം എങ്ങനെയാണ് ഓടക്കുഴലിലൂടെ അങ്ങനെ ചെയ്താലോ? അങ്ങനെ ഒരു ടാസ്ക് തന്നാ പറ്റുമോ? ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന്റെ ഉത്തരം ഓടക്കുഴലിലൂടെ. എന്റെ അമ്മേ, താങ്കളുടെ ഭാര്യയെ രാവിലെ ഉണർത്താനായിട്ട് ഏത് പാട്ടാ അല്ലെ എങ്ങനെയാണ് ഉണർത്തുന്നത്? നിങ്ങളാകുന്നു ഭാര്യ. അങ്ങനെ സോപ്പിടും. പൂന്തിങ്കളാകുന്ന ഭാര്യ എന്ന് പറയുമ്പോ സുമ ചേച്ചിയുടെ റിയാക്ഷൻ എന്താണ്? സുമയെന്നാണ് എന്റെ പേരെങ്കിലും എന്നെ മുത്തേന്നാ വിളിക്കണത്. ദേഷ്യം വന്നു കഴിയുമ്പോ അതും പറഞ്ഞാലേ. ദേഷ്യം വന്നു കഴിയുമ്പോ പോത്തേന്നാ വിളിക്കണേ. ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ സോപ്പിടും. എനിക്ക് മുത്തേന്നൊക്കെ പറയും. പിന്നെ അതിന്റെ രക്ഷയില്ലെങ്കിൽ കാലിന്റെ ഒരു ഒരെണ്ണം കൊടുക്കും. എനിക്ക് മുത്തേന്ന് പറയും. ഓക്കെ. അപ്പൊ ഇപ്പൊ സ്നേഹത്തിലുള്ള കാര്യം നേടലൊക്കെ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്, പറഞ്ഞൊരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏത് പാട്ട് പാടും? നാടൻ പാട്ട്. കാലത്തേണിക്കൂല, മുറ്റമടിക്കൂല, പല്ലുപോലും തേക്കൂല. അനിടെ മോളെ ഞാൻ നിക്കാഹു ചെയ്തിട്ടാകെ കുഴപ്പത്തില. അവൾ കാലത്തേണിക്കൂല, മുറ്റമടിക്കൂല, പല്ലും കൂടി തേക്കൂല. മുറ്റടിക്കണ്ടല്ലോ, നിങ്ങൾ ഫ്ലാറ്റിലല്ലേ? പല്ല് തേക്കാറില്ലേ? പല്ല് തേക്കാറുണ്ട്, പക്ഷെ മുറ്റില്ലാത്ത കാരണം ഞങ്ങൾ റിജക്ട് ചെയ്തിരിക്കുന്നു. അല്ല പിന്നെയുണ്ട് ചേട്ടേ, ആനിയുടെ മോളേന്നാ പറഞ്ഞ. എന്റെ മമ്മിയുടെ പേര് ആനിന്നാ. അതാണ് അമ്മക്കിട്ടും കൂടെ കൊട്ടുണ്ട്. മകനോട് സ്നേഹം വരുമ്പോ അപ്പ ഏത് പാട്ടാ പാടാറ്? ഒന്ന് പഠിക്കപ്പ. ഓ താമര കണ്ടു. ആക്ച്വലി ഞങ്ങൾ തമ്മിൽ വേറൊരു ഇവൻ എന്നെ പറ്റിക്കും. ഞാന് എന്തൊക്കെ പറ്റിക്കില്ല പറ്റിക്കുന്നേ?
ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇവന് മൊബൈൽ കിട്ടില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കിടന്ന് ഉറങ്ങണ അപ്പൊ നീ പറഞ്ഞോ. ഞാനാണെങ്കിൽ അപ്പനെ ഉറക്കിക്കൊണ്ടിരിക്കും. നമുക്ക് കിടക്കടാന്ന് പറഞ്ഞ് വിളിക്കും. എന്നിട്ട് അവൻ എനിക്ക് നീ പാടറാ. പിന്നെ അടുത്തത് അപ്പയൂറങ്ങേ. പിന്നെ ആക്ച്വലി ഞാൻ ആദ്യമൊക്കെ ഇവൻ വേറെ ഒരു പാട്ട് എനിക്ക് വെച്ച് തരായിരുന്നു. അവൻ അത് വിട്ടുപോയിട്ടാ. എന്നിട്ട് ഞാൻ ഉറങ്ങിയെന്ന് പുള്ളി ഇങ്ങനെ നോക്കും, എന്റെ മൊബൈൽ എടുത്തോണ്ട് പോകും. ഉറങ്ങും ചെയ്യൂല്ലേ? പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഉറങ്ങും. ഞാനൊരു 10-15 സെക്കൻഡ് ഒക്കെ മതി. ഹൃദയൻ. അച്ഛന് വേണ്ടി ഒരു പാട്ട് ഓടക്കുഴല്. അപ്പച്ചൻ മലയാള അധ്യാപകനായിരുന്നു. അപ്പോ എനിക്ക് എന്റെ ചെറുപ്പത്തില് എന്റെ അപ്പൻ എന്നെ എന്നും പാട്ടുപാടി ഉറക്കിയിട്ടുള്ളത് എനിക്കൊരു കുഞ്ഞു ഓർമ്മയൊക്കെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ആ ട്യൂൺ എന്റെ തലയിലുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം. കുമാരഗണം പാവമാവെന്നെ നീ കാക്കുമാരഗണം. പണ്ടത്തെ ഒരു പ്രയർ സോങ് അല്ലേ? അത് എൻ കുഞ്ഞൂർ അപ്പച്ചൻ പഠിക്കാം. എൻ കുഞ്ഞൂറങ്ങിക്കൊൾ എൻ കുഞ്ഞൂറങ്ങിക്കൊൾ എൻ കുഞ്ഞു ഉറങ്ങിക്കൊൾ എന്റെ തങ്കം. എന്റെ അപ്പൻ അങ്ങനെയായിരുന്നു. പിന്നെ വാർത്തിങ്കൾ വാർത്തിങ്കൾ താലമെടുത്ത വസന്തരാവേദോ വിൺചാറൊന്നു പൂശിക്കയാൽ ശ്രീലഗലീല ജില്ലയ്ക്കൊരു തൂമുത്തുമാലയായി മിന്നിനെയിൻ പട്ടേണം. അങ്ങനെ അച്ഛൻ പാടിയാലും ഉറങ്ങില്ലായിരുന്നു. അന്ന് ഉറങ്ങില്ലായിരുന്നു. പാട്ട് കേട്ട് കിടക്കുക. അങ്ങനെ കേട്ട് കുറെ നേരം കേട്ട് കഴിഞ്ഞേ ഉറങ്ങുമായിരുന്നുള്ളൂ. അത് ഉറങ്ങണേ നല്ല തല്ലു വെച്ചും തന്നെ ഉറങ്ങും. എന്റെ അപ്പച്ചൻ ഇങ്ങനെ ഇരിക്കണതുകൊണ്ട് അടിച്ചെന്നെ തവിട് വിളിക്കുന്നുണ്ട്. പക്ഷെ ആ അടിയാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചേട്ടോ. എന്റെ അപ്പന്റെ അമ്മയുടെ ആ ഒരു ശിക്ഷണമൊക്കെ എന്റെ ലൈഫില് ഞാൻ പാചകം ചെയ്യാൻ പഠിച്ചത് എന്റെ അമ്മ കാരണം. അമ്മച്ചിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അമ്മച്ചിയുടെ കാര്യം കൂടെ പറയൂ. അമ്മ പല കാര്യത്തിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ചെറുപ്പത്തിൽ. ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഒരുപാട് നല്ല ശീലങ്ങൾ പഠിച്ചത് ആ ശിക്ഷണ. അമ്മച്ചനെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്, അത് പ്രാവശ്യം. അപ്പൊ എന്റെ അമ്മേനെ ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അമ്മയോട് തോന്നുന്ന ഒരു സാധനം ഇതാണ്. അമ്മ എന്തഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ, നേരിൽ നിന്ന് പേശും ദൈവം പെറ്റ തായൊன்றி വേറിன்று ഏത്, അമ്മ എന്തഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മാവേ വണ